ഇച്ചായ. അവൾ അവനെ നോക്കി വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ നെറുകയിലൊന്ന് തലോടി. ഇച്ചായ, നമ്മുടെ മോള് നമ്മുടെ മോൾ എവിടെയാ? എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. നമുക്ക് കണ്ടെത്താം ഷീതു. നിന്നെ കിട്ടിയല്ലോ, ഇനി നമുക്ക് കണ്ടെത്താം നമ്മുടെ മോളെ. അവളെ ഉടനെ തന്നെ മാതാവ് നമുക്ക് കാണിച്ചു തരും. അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിരുന്നു. ഷീതു, നീ നീ എങ്ങനെ രക്ഷപ്പെട്ടത്? അവൻ അവളുടെ നെറുകയിൽ തലോടി സമാധാനത്തോടെ ചോദിച്ചു. അത് ഞാൻ. അവൾ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്കോർത്തു. തന്നോട് സംസാരിച്ച് അവർ പോയതിനു ശേഷം വീണ്ടും തൻ്റെ വാ മൂടിക്കെട്ടിയിരുന്നു അവർ. ക്ഷീണം കൊണ്ടോ മനസ്സിൻ്റെ ആവലാതിയും വിഷമവും കൊണ്ടോ അവൾ ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് രാവിലെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ ഉറക്കത്തിലെന്ന പോലെ എഴുന്നേറ്റു. തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്ക് രണ്ടുപേർ കടന്നു വന്നു. അവൾ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. തലേന്ന് ആദത്തിൻ്റെ പപ്പ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. തന്നെ ആർക്കോ പിറ്റേന്ന് വിൽക്കുമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ടായിരിക്കുമോ ഇപ്പോൾ അവർ വന്നിരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. തലേന്ന് അവൾക്ക് കൊടുത്ത ചോറ് അതുപോലെ തന്നെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി കൈകൾ അഴിച്ചു കൊടുത്തിരുന്നുവെങ്കിലും അവൾ ആഹാരം ഒന്നും തന്നെ കഴിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പാത്രത്തിൽ അങ്ങനെ തന്നെ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വന്ന അവർ രണ്ടുപേരും അവളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു. പക്ഷെ വാ മൂടിക്കെട്ടിയിരുന്നത് അവർ അഴിച്ചു കൊടുത്തില്ല. അവളെ ബലമായി അവർ കസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അവൾ അവരുടെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടായിരുന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ എത്ര കിടന്ന് ചാടിയിട്ടും കാര്യമില്ല. നിനക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ ഞങ്ങളുടെ സാറുമാർ ഓൾറെഡി വിറ്റു കഴിഞ്ഞു. പുറത്ത് നിന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോയാലും അവരുടെ മുൻപിലേക്കായിരിക്കും ചെന്ന് പെടാൻ പോകുന്നത്. അതിലൊരുത്തൻ അവളെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ ദയനീയമായി പറഞ്ഞ ആളുടെ മുഖത്തേക്ക് നോക്കി. എന്നെ നോക്കിയിട്ട് കാര്യമില്ല ഓജെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അയാൾ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവളെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അവർ പറഞ്ഞതുപോലെ അവിടെ അവരെ കാത്തൊരു കാറ് കിടപ്പുണ്ടായിരുന്നു. അതിൽ 2-3 പേരും ഉണ്ടായിരുന്നു. അവർ അവളെ കാറിന്റെ അടുത്ത് നിന്നിരുന്നവരുടെ കൈകളിലേക്ക് കൈമാറി. അവർ അവളെ ആ കാറിനകത്തേക്ക് കയറ്റി. അവൾ അവരുടെ കൈകൾ കിടന്ന് കുതറി. ചി, അടങ്ങിയിരിക്കടി. അതിലൊരുത്തൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ഷീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ രക്ഷപ്പെടില്ല എന്നവൾക്ക് തോന്നി. തന്റെ ജീവിതം തീർന്നു എന്ന് അവൾക്ക് മനസ്സിലായി. പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിരുന്നു ആ പെണ്ണിൻ്റെ. അവർ അവളുടെ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി. ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം പെട്ടുപോയിരുന്നു അവൾ. പതിയെ സീറ്റിലേക്ക് ചാരിയിരുന്ന് അവൾ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. സ്വപ്നത്തിൽ മുഴുവൻ തൻ്റെ ജീവനായിരുന്നു ചാർലിയും ഇസുവും. ഇനി ഒരിക്കലും അവളെ കാണാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി. മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ ചിരി, അവളുടെ സന്തോഷം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. എവിടോ കാർ നിർത്തിയതുപോലെ അവൾക്ക് തോന്നിയതും അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു. കാറിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും തൻ്റെ അടുത്തും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. കാർ നിർത്തിയ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ചായക്കടയിൽ നിന്നും ചായ കുടിക്കുകയാണവൾ. അത് കണ്ടതും അവൾ തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന തുണി അഴിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കതിന് സാധിച്ചില്ല. അത് നടക്കില്ല എന്ന് മനസ്സിലായതും അവൾ തൻ്റെ ഷോൾഡർ ഉപയോഗിച്ച് വായിൽ കെട്ടിയിരുന്ന തുണി താഴേക്കാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നുണ്ടോ എന്ന് നോക്കി അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ പ്രാർത്ഥനയുടെ ശക്തിയോ പരിശ്രമത്തിൻ്റെ ബലമോ അവളുടെ വായിൽ കെട്ടിയിരുന്ന തുണി താഴെ കഴിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ പല്ല് ഉപയോഗിച്ച് കയ്യിൽ കെട്ടിയിരുന്ന തുണി അഴിച്ചു. ശേഷം കാറിൻ്റെ മുൻവശത്തേക്ക് നോക്കിയതും ആ കാറിൽ തന്നെ കീ കിടപ്പുണ്ടായിരുന്നു. എന്തോ ഒരു ഓർമ്മയിൽ അവൾ ആ കാറിൽ നിന്നും കീ എടുത്തു. അവർ അവളെ പിന്തുടർന്ന് വരാതിരിക്കാനാണ് അവൾ അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്തത്. അവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഡോർ തുറന്നവൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് മാറി നിന്നു. ഇനി എങ്ങനെ അവരുടെ കണ്ണിൽ കാണാതെ രക്ഷപ്പെടുമെന്നായിരുന്നു അവളുടെ ചിന്ത. എന്തും വരട്ടെ, കീ അവളുടെ കയ്യിലുണ്ടല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കാതെ ഓടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവൾ. നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് ഏതോ കാറിൻ്റെ മുൻപിലാണ്. പിന്നെ കണ്ണു തുറക്കുമ്പോൾ താൻ ഈ ആശുപത്രിയിലാണ്. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചാർലി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഇച്ചായ, നമ്മുടെ മോളെ നമുക്കിനി കാണാൻ കഴിയില്ലേ? എനിക്ക് അവളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു ഇച്ചായ. ഞാനും മോളും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എല്ലാവരും എന്തിനാ ഞങ്ങളെ? അവൾ പൊട്ടിക്കരഞ്ഞു. ഏയ് ഷീതു, കരയല്ലേ. നീ കരഞ്ഞാൽ എങ്ങനെയാ? ഞാൻ കണ്ടുപിടിക്കും നമ്മുടെ മോളെ. അവളുടെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിശ്ചയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി, രഞ്ജിത്ത് അവൻ്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ശീതൾ റെസ്റ്റ് എടുക്കട്ടെ, താൻ വാ. അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. രഞ്ജിത്ത് പുറത്തേക്ക് ഇറങ്ങിയതും ചാർലി അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. ശേഷം അവളുടെ നെറുകയിലൊന്ന് തലോടി. ഇച്ചായ, അവനെ നോക്കി വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷമിക്കേണ്ട മോളെ, സമാധാനമായിട്ടിരിക്കുക. ഞാനുണ്ട് കേട്ടോ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞും നമ്മുടെ ഒപ്പം ഉണ്ടാകും, അവൻ അവളെ നോക്കി പറഞ്ഞു. ശേഷം അവൻ പുറത്തേക്കിറങ്ങി.
ആദം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. കൂടെ കരഞ്ഞുകൊണ്ട് അവൻ്റെ മമ്മിയും ഉണ്ടായിരുന്നു. കൊണ്ടുവന്ന ഉടനെ തന്നെ അവളെ NICUവിലേക്ക് മാറ്റി. പൾസും ശ്വാസം അവൾക്കുണ്ടായിരുന്നില്ല. അതിൻ്റെ മുൻപിലായിട്ട് അവരും ഇരുന്നു. ഡോക്ടർ ധൃതിയോടെ കയറിപ്പോകുന്നുണ്ടായിരുന്നു. ആദത്തിൻ്റെ മമ്മി കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. റയാൻ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഫുഡ് വാങ്ങാൻ ക്യാൻറ്റീനിൽ പോവുകയായിരുന്നു. അപ്പോഴാണ് ആദവും മമ്മി അവിടെ ഇരിക്കുന്നത് അവൻ കണ്ടത്. റയാൻ സംശയത്തോടെ അവരെ നോക്കി. റയാനെ കണ്ടതും ആദം അവിടെ നിന്നും എഴുന്നേറ്റു. റയാൻ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ശേഷം അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. നിനക്കിപ്പോൾ സമാധാനമായോടാ? ഞങ്ങളുടെ കുടുംബത്തെ ഈ അവസ്ഥയിലാക്കിയപ്പോൾ, എൻ്റെ ഏട്ടത്തെയും കുഞ്ഞിനും ഈ അവസ്ഥ വരുത്തിയപ്പോൾ നിനക്ക് തൃപ്തിയായോ? നിനക്ക് എന്തായിരുന്നടാ പ്രശ്നം? ഒരു കാലത്ത് നീ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാടാ ഇപ്പം ആ പാവത്തിനെ ഉപദ്രവിക്കാൻ നീ പുറകെ നടന്നത്? അതുകൊണ്ട് എന്ത് നേട്ടാ നിനക്ക് കിട്ടിയത്? ഞാൻ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു. മോനെ റയാൻ, വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. അവൻ്റെ മമ്മി അവനെ തടയാൻ ശ്രമിച്ചു. ആൻറ്റിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ആൻറ്റിയുടെ മോനുണ്ടല്ലോ, ഇയാൾ ഒറ്റ ഒരുത്തനാ ഞങ്ങളിന്ന് ഒരുങ്ങുന്നതിൻ്റെ കാരണം. ഇയാൾ മര്യാദയ്ക്ക് അവളുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. റയാൻ അവന് നേരെ കൈ ചൂണ്ടി. മോനെ റിൻസി, അവൾ NICUവിലാണ്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ സംശയത്തോടെ അവരെ നോക്കി. അവരുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. പെട്ടെന്ന് NICU തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. അത് കണ്ടതും ആദവും അമ്മയും അയാളുടെ അടുത്തേക്ക് ചെന്നു. റിൻസി, അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ആദം മറുപടി പറഞ്ഞു. ഐ ആം സോറി, ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അയാൾ വിഷമത്തോടെ പറഞ്ഞതും ആദത്തിൻ്റെ മമ്മി നെഞ്ചിൽ കൈവച്ച് കരഞ്ഞിരുന്നു. ഡോക്ടർ പറയുന്നത് കേട്ട് റയാനെ ഞെട്ടി നിൽക്കുകയായിരുന്നു. സർ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ചാർലി വിഷമത്തോടെ അയാളെ നോക്കി. ചാർലി, താനിങ്ങനെ വിഷമിക്കാതെ. എന്തായാലും ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടല്ലേ തൻ്റെ വൈഫിന് ഒരാപത്തും ഇല്ലാതെ നമ്മുടെ മുമ്പിൽ തന്നെ എത്തിച്ചത്. അത് സ്വന്തം അച്ഛൻ്റെ മുമ്പിൽ തന്നെ. എല്ലാം ഒരു ദൈവനിശ്ചയാടോ. നമുക്കങ്ങനെ സമാധാനിക്കാം. അയാൾ അവനെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ദേവനും അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. സർ, ഞങ്ങളുടെ കുഞ്ഞിനെ ഇനി എങ്ങനെയാ? ദേവൻ അയാളെ നോക്കി സംശയത്തോട് ചോദിച്ചു. ഇത് ദേവനെ കണ്ടതും രഞ്ജിത്ത് സംശയത്തോടെ നോക്കി. ഇതാണ് ദേവൻ സാർ, ഷിതുവിൻ്റെ സാറാണ്. ചാർലി അയാളെ പരിചയപ്പെടുത്തി. ആ, ഇപ്പം മനസ്സിലായി. ദേവൻ സാർ വിഷമിക്കണ്ട, എനിക്ക് പറ്റുന്ന മാക്സിമം ചെയ്യും. ചാർലി, താനൊരു കാര്യം ചെയ്യും. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി അവിടെ കിടക്കട്ടെ. താൻ എനിക്ക് നേരിട്ടൊരു പരാതി എഴുതിത്താ. എഴുതുമ്പോൾ രണ്ടുപേരെയും കാണാനില്ല എന്നുള്ള അർത്ഥത്തിൽ എഴുതിയാൽ മതി. അറിയുന്ന മീഡിയാസിലെല്ലാം കുഞ്ഞിൻ്റെ ഫോട്ടോയും ന്യൂസും കൊടുക്കണം. അത് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകും. എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ ഇരിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അയാൾ അവനെ നോക്കി പറഞ്ഞു. പെട്ടെന്നാണ് റയാൻ അങ്ങോട്ടേക്ക് ഓടി വന്നത്. ചേട്ടായി, അവൻ വിളിച്ചതും എല്ലാവരും അവനെ നോക്കി. മമ്മിയുടെ അടുത്തിരുന്ന് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റിയും അവൻ വരുന്നത് കണ്ട് എഴുന്നേറ്റു. എന്താടാ? ചാർലി അവലാതിയോട് ചോദിച്ചു. ചേട്ടായി, റിൻസി, അവള് മരിച്ചു. റയാൻ അവനെ നോക്കി പറഞ്ഞതും എല്ലാവരും ഞെട്ടി. എന്താടാ ഈ പറയുന്നേ? ചാർലി ചോദിച്ചതും അവൻ അറിഞ്ഞതും ഉണ്ടായതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ചാർലി, ആരാ കുട്ടി? രഞ്ജിത്ത് സംശയത്തോട് ചോദിച്ചതും ചാർലി എല്ലാം അയാളോട് പറഞ്ഞു. ഓ, ഐ സി. അയാൾ അവനെ നോക്കി പറഞ്ഞു. ചാർലി, അപ്പോൾ ഈ മരണം അയാളുടെ അടുത്ത് ഉടനെ എത്തും. അങ്ങനെയാണെങ്കിൽ അവന്മാരിവിടേക്ക് വരില്ലേ? അപ്പോൾ താൻ പരാതി എഴുതുമ്പോൾ അവരെ സംശയമാണെന്നുള്ള രീതിയിൽ എഴുതി തരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അയാൾ പറഞ്ഞതും ചാർലി തലയാട്ടിയിരുന്നു. ഇങ്ങ് സോണിയുടെ വീട്ടിൽ. മരിയ. അയാൾ അവരെ വിളിച്ചു. റൂമിലുണ്ടായിരുന്നവർ അയാൾ വിളിക്കുന്നത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തിനെങ്ങനെ വിളിച്ചു പോകുന്നേ? അവർ ദേഷ്യത്തോടെയും അമർഷത്തോടെയും ചോദിച്ചു. അത് റിൻസി മരിച്ചു. അയാൾ പറഞ്ഞതും അവർ നെഞ്ചിൽ കൈവച്ച് പോയി. അപ്പോഴേക്കും സോണിയും ഇറങ്ങി വന്നിരുന്നു. എന്താ പപ്പ എന്താ ഇപ്പം പറഞ്ഞേ? അവൾ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ചോദിച്ചു. അതേ മോളെ, അവൾ ഗുളിക കുറേ എടുത്ത് കഴിച്ചു. അയാൾ പറഞ്ഞുകൊണ്ട് നടന്നതെല്ലാം അവരോട് പറഞ്ഞു. എന്താ കൂട്ടുകാരനെ വിളിച്ച് പറയാഞ്ഞത്? അത് കേട്ട് ദേഷ്യത്തോടെ മരിയ അയാളോട് ചോദിച്ചു. അത് കേട്ട് അയാൾ സംശയത്തോടെ അവരെ നോക്കി. എന്തിനാ നിങ്ങൾ എന്നെ നോക്കുന്നത്? ചെല്ല്, പോയി നിങ്ങളുടെ കൂട്ടുകാരന്മാരോട് പറയ് ഈ സന്തോഷ വാർത്ത. വന്ന് മോളുടെ ശവം കൂടി തിന്നാൻ പറയും. തിന്നട്ടെ അവന്മാർ, തിന്ന് കൊഴുക്കട്ടെ. അവർ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അയാളോട് പറഞ്ഞു. ദേ, മതിയാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ മോളെയും കൂടി കൊണ്ടുപോയി കൊടുക്ക്. ഇവളെയും കൂടി കൊന്ന് തിന്നട്ടെ അവന്മാർ. അവർ ദേഷ്യവും വിഷമവും കൊണ്ട് വിറച്ചു. എൻ്റെ ഒരു കുഞ്ഞിനെ എല്ലാവരും കൂടി ഇല്ലാതാക്കി. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇനി എനിക്ക് എൻ്റേതെന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. ഇവളെയെങ്കിലും എനിക്ക് ജീവനോടെ എൻ്റെ മകളായിട്ട് വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങളെപ്പോലെയുള്ള കഴുകന്മാരുടെ നടുവിൽ നിന്നും ഇനി ഇവളെ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒരു പെങ്കൊച്ചിനെ എല്ലാവരും കൂടി ചേർന്ന് മാനസികമായി തകർത്ത് കൊന്നുകളഞ്ഞു. അവളെ നേർവഴിക്ക് നടത്തിയായിരുന്നെങ്കിൽ ഇന്ന് ആ പെങ്കൊച്ച് ജീവനോടെ ഇരുന്നേനെ, അവർ വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാനല്ലേ മമ്മിയുടെ ആദ്യത്തെ മോള്? എനിക്ക് മുമ്പേ മമ്മിക്ക് വേറെ മകളുണ്ടായിരുന്നോ? സോണിയുടെ ആ ചോദ്യം കേട്ടതും മരിയ ഞെട്ടിപ്പോയി. അയാളും ആ ചോദ്യത്തിൽ ഞെട്ടിപ്പോയിരുന്നു.